ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റമൂലി കർഷകൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ പഴയ ഒരു ലോഫ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്ന നമ്മളെ സുഹൃത്തുക്കൾക്ക് അറിയാം. ആ ലോഫ്റ്റ് ചെറിയൊരു വ്യത്യാസം വരുത്തി. ഈ വീഡിയോൻ്റെ തമ്പ് കണ്ടപ്പോഴും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് എന്താണ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വിവരിക്കാൻ വേണ്ടിയിട്ടും കോഴി വളർത്തൽ തുടങ്ങാൻ സ്ഥലപരിമിതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടിയുള്ള ചെറിയൊരു ടിപ്സ്, അതായത് ഞാൻ ചെയ്ത കാര്യങ്ങൾ അവർക്കും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ പരമാവധി നിങ്ങൾ മുഴുവനായിട്ട് കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ബെല്ലൈക്കണും കൂടി അടിക്കുക. പിന്നെ നമ്മളൊരു ഗീവ് അവേ വീഡിയോ ഉണ്ട്. ആ ഗീവ് അവേ വീഡിയോൻ്റെ ലിങ്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ ലിങ്കും കൂടിയും കാണുക. അതിൽ കമൻറ്റ് ചെയ്യുക, സമ്മാനം നേടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പഴയൊരു ലോഫ്റ്റ് ഉണ്ടായിരുന്നു. പഴയ ലോഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുതിയ ലോഫ്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലോഫ്റ്റ്. ആ ലോഫ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രാവിനെ മാറ്റിയിട്ട് നമുക്കതിലൊരു കോഴി, അതായത് നാടൻ കോഴീനെ വളർത്തിയാലോ എന്നുള്ളൊരു ചിന്ത വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ വീടിൻ്റെ അടുത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും നാടൻ കോഴിനെ കിട്ടാനില്ല. അപ്പോൾ നാടൻ കോഴിനെ വളർത്താം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് നമ്മളെ പ്രാവും കൂട്ടിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറച്ച് കൂടുകളൊക്കെ എടുത്ത് മാറ്റി. അതിനുശേഷം നേരത്തെ കണ്ട പോലെ തന്നെ നമ്മളെ ഡോറിൻ്റെ വലിപ്പം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ തല കൊണ്ടൊന്ന് ഇടിക്കാറുണ്ട്. അപ്പോൾ ഡോറ് സുഖമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഡോറിന് കുറച്ച് വലിപ്പം കൂട്ടി. അതിനുശേഷം ആളുകൾ പുറത്തുനിന്ന് കാണുന്ന ഏരിയ ഞാനിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ബ്ലാക്ക് ഷീറ്റ്, അതായത് നമ്മൾ പുറത്തുനിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കോഴിയാണെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പുറം ഭാഗം ഞാൻ ബ്ലാക്ക് ഷീറ്റ് വെച്ചിട്ടും, അതായത് നമ്മളെ ടെറസിൻ്റെ മുകളിൽ നിന്ന് വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഞാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റും വെച്ചിട്ടാണ് ഇതിൽ മറച്ചിട്ടുള്ളത്. പിന്നെ ഇതിലിപ്പോൾ ഞാൻ വളർത്താനായിട്ട് ഉദ്ദേശിച്ചത്, നമുക്ക് ഒരുപാട് കോഴികളെ നമുക്ക് കിട്ടാനുണ്ട്. ഗ്രാമപ്രിയ, BV80. അപ്പോൾ അങ്ങനത്തെ മുട്ടക്കോഴികളെ കിട്ടുമ്പോൾ നമുക്ക് മുട്ടക്കോഴി അതിനേക്കാൾ കൂടുതൽ ഡിമാൻഡും നമുക്ക് എഗ്ഗ് വെക്കുമ്പോൾ അതിൽ റേറ്റ് കിട്ടുന്നതും നമുക്ക് നാടൻ കോഴിയാണ്. പിന്നെ നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തേനൊക്കെ കണക്കിലെടുത്ത് നമുക്ക് വിപണനം ഏറ്റവും എളുപ്പമാക്കാനും നമുക്ക് ചിക്സിനെ വിരിയിച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും ലാഭം നാടൻ കോഴിയാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു നാടൻ കോഴി സംരംഭത്തിലേക്ക് കടന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇത് ഒരു 35 എഗ്ഗ് ഞാൻ ഇൻക്യുബേറ്ററിൽ ഒരു സ്ഥലത്ത് വെക്കാൻ കൊടുത്തു. അപ്പോൾ എഗ്ഗിൻ്റെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് ആകെ 10 എണ്ണം മാത്രം എനിക്ക് വിരിഞ്ഞ് കിട്ടിയുള്ളൂ. ആ 10 എണ്ണത്തിൽ ഇപ്പോൾ ഏകദേശം 8 എണ്ണം, 2 കുഞ്ഞുങ്ങൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ചത്തു. പക്ഷേ ഇതിൽ ഞാനൊരു പ്രത്യേകിച്ച് നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വീട്ടുകൾക്ക് ഒരു വാക്സിനൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ സ്റ്റാർട്ടർ ഞാൻ ഫസ്റ്റത്തെ കൊടുത്തിരുന്നു. ഇപ്പോൾ കുറച്ച് നാൾ ഇപ്പോൾ ഈ ഒരു നമുക്ക് ഫുഡിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമിൽ തന്നെ സ്റ്റാർട്ടർ കൊടുത്തിരുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ മിക്സായിട്ട് ഗോതമ്പ്, നമ്മളരി അതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തിട്ടുള്ള നമ്മളെ പ്രാവും കൂടി ഇതൊരു ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് ഞാൻ അടിഭാഗം ഫുള്ള് ഷീറ്റ് വിരിച്ചിട്ട് നമ്മളെ മരക്കമ്പനിയിൽ നിന്നൊക്കെ കിട്ടുന്ന മരങ്ങൾ മുറിച്ചതിൻ്റെ ചീള്, അതായത് അറക്കാപ്പൊടി എന്ന് പറയും, അതാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വിരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം ഈ കുഞ്ഞുങ്ങൾക്ക് പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെറിയ കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്യുബേറ്ററിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പഴയ പ്രാവും കൂടിൻ്റെ ഒരു സെറ്റ് ഞാൻ അവിടെ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സെറ്റിൽ ബൾബ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കാർബോർഡും കുറച്ച് അറക്കാപ്പൊടിയൊക്കെ വിതറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീട്ടുകൾക്കായിട്ടുള്ള ബ്രൂഡർ തയ്യാറാക്കാം. അതായത് ഒരു 14 ദിവസത്തോളം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഈ കുഞ്ഞുങ്ങളിടും, അതിൻ്റെ ബൾബ് ഇട്ട് കൊടുക്കും. അതായത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ ചാവാതെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് കൂട് ഞാൻ അവിടെ തന്നെ നിർത്തി. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഫുള്ള് ഞാൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലത്തെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. സൂര്യൻ്റെ വെയിൽ കൂടുതൽ അത്യാവശ്യം കിട്ടാവുന്നിടത്ത് ഞാൻ ട്രാൻസ്പെറൻറ്റും ആളുകൾ കാണുന്ന ഭാഗത്ത് ഞാൻ ബ്ലാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. അടിയിൽ ഷീറ്റ് ഇട്ടിട്ട് അറക്കാപ്പൊടി ഓൾറെഡി ഞാൻ സ്റ്റോക്ക് ചെയ്തും വെച്ചിട്ടുണ്ട്, അറക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം ഈ കുഞ്ഞിന് പ്രായമുണ്ട് എങ്കിൽ ഒരു 2 ആഴ്ചയോളമായി ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അഴിച്ചിട്ടിട്ട് ഇതേവരെ കാഷ്ടത്തിൻ്റേതായിട്ടുള്ളൊരു സ്മെല്ലുകളൊന്നും വന്നിട്ടില്ല. പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഫുഡാണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മളെ വീട്ടിൽ ബാക്കി വരുന്ന ഫുഡിൻ്റെ വേസ്റ്റുകൾ എല്ലാതും നമ്മൾ നാടൻ കോഴി ആയതുകൊണ്ട് വീട്ടുകൾക്ക് കൊടുക്കും. കാരണം ഒരുവിധം വലിപ്പം കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഫുഡുകൾ കൊടുത്ത് ഞാൻ തുടങ്ങും. അപ്പോൾ അത് നമ്മളെ കൂടിൻ്റെ ഉള്ളിൽ വീണഴുക്കാവാതിരിക്കാൻ നമ്മൾ വലിയ ഒരു ട്രേ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പാത്രം, അതായത് തീറ്റപാത്രം വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകളെ കൊത്തി തെറിപ്പിക്കുന്നതൊക്കെ ആ ട്രേയിൽ വീഴും. അപ്പോൾ നമുക്ക് അറക്കാപ്പൊടി ആകുമ്പോൾ നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ പരമാവധി നനയാണ്ട് ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഞാൻ ഈ കൂട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വരും അപ്ഡേഷൻസൊക്കെ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രാവിൻ്റെ കൂട് ഞാനൊരു മാറ്റം വരുത്തി എന്ന് പറഞ്ഞപ്പോൾ ആ മാറ്റം എന്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഗീവ് അവേ വീഡിയോ ഇതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് പോയി കാണണം, അതിൽ കമൻറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ സമ്മാനങ്ങൾ നമുക്ക് ബാക്കിയുള്ളവർക്ക് നറുക്കെടുത്ത് കൊടുക്കണം. അപ്പോൾ നാടൻ കോഴി വളർത്താൻ സ്ഥലമില്ലാത്തവർക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ സ്വീകരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോ രീതിയിലുള്ള അപ്ഡേഷൻസ് വരും കാലങ്ങളിൽ നമ്മളെ ചാനലിൽ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇത്ര നേരം നമ്മളെ വീഡിയോ കണ്ട് നമ്മളോട് സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.